നമസ്കാരം. നമ്മളെല്ലാവരും പ്രാങ്ക് വീഡിയോകൾ കണ്ടിട്ടുണ്ടല്ലേ? പ്രാങ്ക് വീഡിയോകളാണോ പ്രാന്ത് വീഡിയോകളാണോ എന്ന് നമുക്ക് മനസ്സിലാകില്ല ചിലത് കണ്ടാൽ. ചിലരുടെ ഓരോ ഐഡിയ ഒക്കെ കാണുമ്പോൾ എഴുന്നേറ്റ് ചെന്ന് കാരണം നോക്കി പുകയ്ക്കാൻ തന്നെ നമുക്ക് തോന്നും. അതേപോലെയുള്ള വൃത്തികെട്ട ഓരോ പ്രാങ്കുകളുമായിട്ട് ഓരോരുത്തർ ഇറങ്ങും. മറ്റുള്ളവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രാങ്കുകളുമായിട്ടൊക്കെ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. ഈ കൗമുദി ചാനലിൽ ഒരു പ്രാങ്ക് പ്രോഗ്രാം ഉണ്ട്. അതിനെതിരെ ഞാൻ നേരത്തെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അവിചാരിതമായിട്ട് മറ്റൊരു എപ്പിസോഡ് കാണാനിടയായി. യഥാർത്ഥത്തിൽ പേടിച്ച് ഞാൻ ഞെട്ടിപ്പോയി. ഈ പ്രാങ്കിനെ കുറിച്ച് കുറച്ചധികം പറയാനുണ്ട്. എന്താണെങ്കിലും ആ പ്രാങ്ക് ഇതായിരുന്നു. ഒരു ലാബ് ടെക്നീഷ്യൻ ആയിട്ടുള്ള പെൺകുട്ടി, ഒരു കൊച്ചു പെൺകുട്ടിയാണ്. അത് ജീവിക്കാൻ വേണ്ടി നിവൃത്തിയില്ലാതെയാണല്ലോ ഈ വീടുകളിലൊക്കെ സാമ്പിൾ എടുക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അവരതിനു വേണ്ടി കൂടി പോകുന്നത്. അങ്ങനെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. ആ വീട്ടിലുള്ള 2-3 ആളുകളെല്ലാം മനസ്സിന് സുഖമില്ലാത്ത ആളുകളായിട്ട് അഭിനയിക്കുകയാണ്. അവരാണ് ഈ കുട്ടിയെ പ്രാങ്ക് ചെയ്യുന്നത്. അവരെന്നിട്ട് കഥകൊക്കെ അടച്ചിട്ടിട്ട് ഈ കുട്ടിയെ പലതരത്തിൽ അങ്ങ് പേടിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി ഉച്ചത്തിൽ അലറുകയാണ്, നിലവിളിക്കുകയാണ്. ഉച്ചത്തിൽ എന്ന് വെച്ചാൽ ഒരു പരിധിക്കപ്പുറം നിലവിളി പോയിട്ട് പോലും ഇവരിത് സമ്മതിക്കുന്നില്ല. ഇത് പ്രാങ്ക് ആണെന്നൊന്നും ആ പെൺകുട്ടിയോട് പറയാൻ തയ്യാറാകുന്നില്ല. അവസാനം ഈ പെൺകുട്ടി ഈ റൂമിൽ നിന്നും ഇറങ്ങി ഓടി പുറത്തിറങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകരെല്ലാം കൂടെ വന്ന് ഇത് പ്രാങ്ക് ആണെന്ന് ക്യാമറ കാണിച്ചിട്ട് പോലും ആ പെൺകുട്ടിക്ക് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. അത്രത്തോളം പേടിച്ചു പോയി. പൂക്കൊല പോലെ ആ പെൺകുട്ടിയുടെ ശരീരമൊക്കെ വിറയ്ക്കുകയാണ്, അലറിക്കരയുകയാണ്, എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ്. മാനസികമായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിപ്പോയാൽ എന്ത് ചെയ്യും? ഒരു വലിയ ഷോക്കൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഹൃദയസ്തംഭനം പോലും ചിലപ്പോൾ സംഭവിച്ചേക്കാം, പക്ഷാഘാതം സംഭവിച്ചേക്കാം. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും അവിചാരിതമായിട്ട് സംഭവിച്ചു പോയാൽ ഇവരിതിന് ഉത്തരവാദിത്വം പറയുമോ? ഈ പെൺകുട്ടിയെ അറിയാവുന്നവരോ ബന്ധുക്കളോ ഭർത്താവോ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ പറ്റിക്കുന്നത്. അത് വേറൊരു കാര്യം. ഇവരാരെങ്കിലും ഇതിന് ഉത്തരവാദികളായിരിക്കുമോ? ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയും നമ്മൾ എതിർക്കണം. ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു പരിപാടിയാണ്. സ്ത്രീകളെ പരമാവധി അവഹേളിക്കാനുള്ള സമയം ഈ പ്രാങ്കുകാർ മുതലെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിഹിതം, വെറും പാവപ്പെട്ട വീടുകളിലൊക്കെ ചെന്ന് അന്നന്ന് ജോലഇവിടെ ചെയ്ത് ജീവിക്കുന്ന വീടുകളിലൊക്കെ ചെന്ന് അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് ഭാര്യമാരോട് പറയും, ഞാൻ ഇയാളുടെ കാമുകിയാണ്, ഇയാളുമായിട്ട് സിനിമയ്ക്ക് പോയിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്, ഇവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാര്യമാർക്കുണ്ടാകുന്ന ഒരു വെപ്രാളം, അത് ക്യാമറ വെച്ച് ഫോക്കസ് ചെയ്യുന്നു, അത് വിറ്റ് പൈസ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവരവിടെ ബഹളമാകുന്നു. ഇതൊക്കെ ഒരു പ്രോഗ്രാമാണ് എന്ന് കഴിഞ്ഞ് പോയാലും, എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ അങ്ങ് കൈയൊഴിഞ്ഞു പോയാലും ഇവരുടെ മനസ്സിൽ ഒരു കനലിട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്, പുതിയൊരു ആശയം ഇട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. ആ വിഹിതം, ആ ഒരു കനൽ എപ്പോഴും നീറിപ്പുകഞ്ഞുകൊണ്ട് അവരുടെ മനസ്സിൽ കിടക്കുകയും ചെയ്യും. പിന്നെ ഞാൻ മറ്റൊന്ന് കണ്ടതാണ്, ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡെന്നും പറഞ്ഞ് ഒരെണ്ണം ടെലികാസ്റ്റ് ചെയ്തായിരുന്നു കൗമുദിയിൽ. ഈ ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു ലോട്ടറി കച്ചവടക്കാരൻ, അയാളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. അയാൾക്ക് ഓപ്പോസിറ്റ് ചെന്ന് കുറേ ലോട്ടറിയുമായിട്ടൊരു സ്ത്രീയെ നിർത്തിയിട്ട് ഇയാളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ ഈ സ്ത്രീ പിടിക്കുന്നതായിട്ട്, ഈ സ്ത്രീ അവർക്കൊക്കെ ലോട്ടറി കച്ചവടം ചെയ്യുന്നതായിട്ടൊരു എപ്പിസോഡ്. ആ മനുഷ്യനെ കുറേ സമയം എന്തുമാത്രം ഇട്ട് തീ തെറ്റിച്ചു, എന്തൊക്കെ വാക്കുകൾ ആ മനുഷ്യൻ്റെ വായിൽ നിന്ന് ഇവർ പുറത്തെടുത്തു. നമുക്കിതിനെ ഒന്നും ന്യായീകരിക്കാൻ പറ്റില്ല. എന്നിട്ട് ഈ അവസാനം ഒരു ബിരിയാണിയൊക്കെ ഇതുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്താലും ആ ഉണ്ടാക്കിയ മുറിവിന് പകരമാകില്ല. ഇത്തരം ഗോഷ്ഠികൾ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. അല്ലെ തന്നെ മനുഷ്യനെ വിഡ്ഢികളാക്കുന്ന പരിപാടിയാണിത്. ഞാൻ ഇത് പറയാൻ, ഈ ഒരു വിഷയം എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇന്ത്യക്ക് പുറത്തുള്ള ഒരു വീഡിയോ, ഏതോ ഒരു വിദേശ രാജ്യത്തുള്ള ഒരു പ്രാങ്ക് വീഡിയോ ആണ്. ഒരാളൊരു പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. നല്ല ശരീരമൊക്കെയുള്ള ഒരു ബോഡി ബിൽഡറായിട്ടുള്ള ഒരു യുവാവ് താഴേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പുറകിൽ നിന്ന് വന്ന് ഈ പ്രാങ്ക് ചെയ്യുന്ന ആള് ഒരു യുവാവാണ്. എന്തോ ഇയാളുടെ ദേഹത്തേക്ക് വെള്ളമോ എന്തോ സ്പ്രേ ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് എന്താ വിചാരിക്കുന്നത്, വല്ല ആസിഡും ആണോ വല്ല കെമിക്കലും ആണോ, എന്നെ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ വിചാരിച്ചാണ് ഈ പാലത്തിൽ നിന്ന് നോക്കി നിന്ന യുവാവ് തിരിഞ്ഞു വന്ന് നല്ല മുഷ്ടി ചുരുട്ടി ഒരു ഇടി ഇയാളുടെ മുഖത്തിട്ട് കൊടുത്തു. അതോടെ ഈ പ്രാങ്ക് ചെയ്യാൻ വന്ന യുവാവ് അബോധാവസ്ഥയിലായിപ്പോയി. പിന്നീടുള്ള കാലം കോമയിൽ ഇപ്പോൾ ജീവിക്കുകയാണ്. എത്ര ഗുരുതരമായിരുന്നു ആ ഒരു പ്രാങ്കിന്റെ അനന്തരഫലം എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ പ്രാങ്ക് ചെയ്യാൻ പോകുന്ന ആളുകൾക്കൊക്കെ ഇഷ്ടം പോലെ അടി കിട്ടുന്ന ഏർപ്പാടും ഉണ്ട്. അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുക്കണമെന്ന് പറഞ്ഞു പോവുകയാണ്, വേറെ നിവൃത്തിയില്ല. ഇവരൊക്കെ അടുത്ത് വന്നാൽ പ്രാങ്ക് ആണെന്ന് അറിഞ്ഞാൽ തന്നെ അവരുടെ കയ്യിൽ നിന്ന് സമ്മാനവും വേണ്ട, ഒന്നും വേണ്ട, ആട്ടി ഓടിച്ചേക്കണം. മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞു വേണം വിടാൻ.
എപ്പോഴാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരാൾ മറ്റൊരാളെ വിഡ്ഢിയാക്കുന്നത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ചില നേരങ്ങളിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് വേണ്ടി സ്വയം വിഡ്ഢികളാകാറുണ്ട്, വിഡ്ഢിവേഷം കെട്ടാറുണ്ട്. അത് വേറെ. അതല്ലാതെ ഒരാളെ വിഡ്ഢിയാക്കുന്നത് അത് മറ്റൊരു ദുരന്തമെന്നേ അതിനെ പറയാൻ പറ്റുള്ളൂ. ഈ ഏപ്രിൽ ഫൂൾ എന്ന സംഗതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനത്ര പ്രചാരമില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ അങ്ങനെ ആരും ചെയ്യില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഏപ്രിൽ 1-ാം തീയതി പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു മനുഷ്യന് ഈ ഏപ്രിൽ ഫൂൾ എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളൊക്കെ എന്തെങ്കിലും ജീവികളെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ തുറന്നു വിടുക, നമ്മൾ അലക്കി വിരിച്ച തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഒളിച്ചു വെക്കുക, അത് നശിപ്പിച്ച് കളയുക. പിന്നെ നമ്മൾ ഡോറ് തുറന്ന് ഇറങ്ങുന്ന സമയത്ത് ആരോ ഒരാൾ കയറിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്നതായിട്ടുള്ള ബൊമ്മയൊക്കെ സ്ഥാപിക്കുക. അങ്ങനെ തുടങ്ങി നമ്മളെ മാനസികമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഏപ്രിൽ ഫൂൾ ഏർപ്പാടുകളൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത നാട്ടിൻപുറത്തൊക്കെ ഉണ്ടായിരുന്നു. ഈ ഏപ്രിൽ ഫൂൾ ഒക്കെ എങ്ങനെ ഉണ്ടായി, അതിൻ്റെ ചരിത്രം എന്താണ്, നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ സംഭവത്തിൻ്റെ പേരിലാണ് ഈ ഏപ്രിൽ ഫൂൾ ഒക്കെ ഉണ്ടായത്. എന്നിട്ടും ചുമ്മാ ആളുകൾക്ക് മറ്റൊരാളെ വിഡ്ഢിയാക്കാൻ പറ്റുന്ന സമയം അവരിപ്പോഴും മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ചാനലുകളെ കൂടാതെ ഈ മുഖ്യധാര ചാനലുകൾ കൂടിയൊക്കെ ഈ പ്രാങ്ക് വീഡിയോകളുടെ പുറകെ പോകുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ നല്ല മറ്റുള്ളവർക്ക് രസകരമാകുന്ന രീതിയിലുള്ള, അത് പ്രാങ്ക് അല്ല, എന്താണ് ഒരാളെ ചിരിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുക, മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കുക, അങ്ങനെ തരത്തിലുള്ള സംഭവങ്ങളാണെങ്കിലും മറ്റുള്ളവർക്ക് പൊതുജനത്തിന് അവരുടെ ജീവിതത്തിന് ശല്യമുണ്ടാകാത്ത രീതിയിലുള്ള രസകരമായിട്ടുള്ള ലൈറ്റായിട്ടുള്ള ചില പരിപാടികളൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് രസിക്കാം, അതൊക്കെ കൊള്ളാമെന്ന് പറയാം. പക്ഷെ അതല്ലാതെ ഒരാളെ പരമാവധി ഒരാൾക്ക് ഷോക്ക് കൊടുത്തിട്ട് അവസാനം പ്രാങ്ക് ആണേ എന്ന് പറയുമ്പോൾ അടിച്ചങ്ങ് പുകയ്ക്കാൻ നമുക്ക് തോന്നും. അങ്ങനെ ചെയ്തിട്ടുള്ളവരുമുണ്ട്. ഒരു മനുഷ്യന് ഒരു ജോലിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞൊരു നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള പ്രായം ചെന്ന ഒരു മനുഷ്യനെ വിളിച്ചുകൊണ്ട് ആളില്ലാത്ത ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടെ ഒരു ഡെഡ് ബോഡി കാണിച്ചിട്ട് പ്രേതത്തിനെ കാണിച്ച് പേടിപ്പിക്കുകയാണ്. ആ മനുഷ്യൻ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ പേടിച്ച് അലറുകയാണ് ആ മനുഷ്യൻ ഈ പ്രേതത്തിൻ്റെ രൂപത്തിനെ കണ്ടിട്ട്. എന്നിട്ട് ഇതൊരു രസം പോലെയാണ് അവർക്ക്. എങ്ങനെയാണ് മറ്റൊരാൾ അലറി കരയുമ്പോൾ, മറ്റൊരാൾ ടെൻഷൻ അടിക്കുമ്പോൾ ഈ വേറൊരാൾക്ക് ചിരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് രസം കണ്ടെത്താൻ പറ്റുന്നത്? അതിൻ്റെ ഒരു സൈക്കോളജി എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. പരമാവധി ആളുകളും ഈ പ്രാങ്ക് വീഡിയോകളെ എതിർക്കുന്നവരാണെന്നും എനിക്കറിയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇവയെക്കുറിച്ച്? ഇതൊരു രസകരമായിട്ടുള്ള സംഭവമായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നതെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതും.